എല്ലാവർക്കും നമസ്കാരം. 9ാം ക്ലാസ്സിലെ മാത്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, നമ്മളെ ഫസ്റ്റ് ചാപ്റ്റർ എന്തായിരുന്നു? ഏരിയ അല്ലെ, ദാറ്റ് ഈസ് പരപ്പളവ്. ആ ചാപ്റ്ററിലെ രണ്ടാമത്തെ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ ഒരു ട്രയാങ്കിളിന് ഈക്വൽ ഏരിയ ഉള്ള എത്ര ട്രയാങ്കിൾസ് വേണമെങ്കിലും വരയ്ക്കാം എന്ന കൺസെപ്റ്റ് നമ്മൾ പഠിച്ചു. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ? 4 സൈഡഡ് ഫിഗർ, ദാറ്റ് ഈസ് ക്വാഡ്രിലാറ്ററൽ. ചതുർഭുജം എന്ന് പറയും അല്ലെ. ചതുർഭുജത്തിനെ നമ്മള് ട്രയാങ്കിൾ ആക്കി മാറ്റുകയാണ്, ത്രികോണമാക്കി മാറ്റുന്ന ഒരു വിദ്യയാണ് നമ്മൾ ഈ നെക്സ്റ്റ് വീഡിയോയിൽ പഠിക്കുന്നത്. അതില് നമുക്ക് അങ്ങനെ ചെയ്തതിനു ശേഷം ആ ചതുർഭുജത്തിന്റെ പരപ്പളവ്, ദാറ്റ് ഈസ് ഏരിയ എങ്ങനെ കാണാം, അതും കൂടി നമുക്ക് ഇതിലൂടെ പഠിക്കാം. അപ്പൊ ആദ്യം നമ്മള് ഏറ്റവും എളുപ്പമുള്ള നമ്മുടെ 4 സൈഡഡ് ഫിഗർ, ദാറ്റ് ഈസ് സമചതുരം, എല്ലാ സൈഡ്സും ഈക്വൽ ആയ സമചതുരത്തിനെ എങ്ങനെയാണ് ട്രയാങ്കിൾ ആക്കി മാറ്റുന്നത്, എന്നിട്ട് എങ്ങനെയാണ് ഏരിയ കാണുന്നത് പറഞ്ഞുതരാം. അപ്പൊ നോക്കിക്കോളൂ, ഇതൊരു സമചതുരമാണ് ABCD. ABCD ഒരു സ്ക്വയർ ആണ്. ഓക്കെ, അപ്പൊ ഇതിന് ഈക്വൽ ഏരിയ ഉള്ള ട്രയാങ്കിൾ ആക്കി മാറ്റുകയാണ്. അപ്പൊ സമയത്തിന്റെ ഏരിയ നമുക്ക് ഇവിടെ ഈസി ആയിട്ട് അറിയാം. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഓർ A ഇൻറ്റു A സ്ക്വയർ അല്ലെ. അങ്ങനെ നമുക്ക് പരപ്പളവ് കണ്ടുപിടിക്കാൻ ഈ രണ്ട് വശങ്ങൾ കുടിച്ചാൽ മതി എന്നറിയാം. ഇതിനെ ട്രയാങ്കിൾ ആക്കി മാറ്റുമ്പോൾ ശ്രദ്ധിച്ചു നോക്കൂ, എങ്ങനെയാണ് ട്രയാങ്കിൾ ആക്കുന്നത്, ത്രികോണാക്കുന്നത് അറിയോ? ഒരു ഡയഗ്രം, ഒരു വികരണം നമ്മൾ യോജിപ്പിക്കുക. ഏത് വേണമെങ്കിലും ആവാട്ടോ, അല്ലെങ്കിൽ BD അല്ലെങ്കിൽ AC, ഏതെങ്കിലും ഒരു വികരണം നമ്മൾ യോജിപ്പിക്കുക. അതിനുശേഷം നോക്കിക്കോളൂ, ഇപ്പൊ BDC അല്ലെ, ഈ ട്രയാങ്കിൾ, ഈ ചതുരസം, ഈ ത്രികോണത്തിന് തുല്യ പരപ്പളവുള്ള വേറൊരു ത്രികോണം വരയ്ക്കാൻ പോവാം. അപ്പൊ എങ്ങനെയാ ഈക്വൽ ഏരിയകൾ വരയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യാ? ഇത് ബേസ് ആയിട്ട് വെച്ചു, സ്കെയിലിനോട് ചേർത്ത് വെച്ചു, ഇതിനെ മൂവ് ചെയ്തു അല്ലെ. തേർഡ് വെർട്ടെക്സിലൂടെ എന്ത് ചെയ്യാ? ഒരു പാരലൽ ലൈൻ വരച്ചു. ക്ലിയർ ആയല്ലോ? ഇനി ചെയ്യാൻ പോകുന്നത്, ഈ ലൈൻ ഞാൻ കുറച്ചും കൂടി നീട്ടി വരയ്ക്കാം കേട്ടോ. ഈ പാരലൽ ലൈൻ കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്യാണ്. അപ്പൊ BDക്ക് പാരലൽ ആയിട്ട് ഒരു ലൈൻ C എന്ന വെർട്ടെക്സിലൂടെ വരച്ചു അല്ലെ. ഇനി ഇത് ഒരു ട്രയാങ്കിൾ ആണല്ലോ. ഇവിടെ എത്ര ട്രയാങ്കിൾസ് വേണമെങ്കിലും രണ്ട് പാരലൽ ലൈൻസിന്റെ ഇടയിൽ വരയ്ക്കാം. എല്ലാതിന്റെ ഏരിയ സെയിം ആയിരിക്കും നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഈ ട്രയാങ്കിളിന് ഈക്വൽ ഏരിയ ഉള്ള വേറൊരു ട്രയാങ്കിൾ ഞാൻ വരയ്ക്കാൻ പോവാണ്. ഇവിടെ ഞാൻ D എന്നൊരു പോയിന്റ് മാർക്ക് ചെയ്തു, അല്ലെങ്കിൽ വേണ്ട E. ഈ Dന്ന് Eയിലേക്ക് ഇങ്ങനെ ഡോട്ട് ഇട്ട് വരച്ചു. അതേപോലെ Eന്ന് Bയിലേക്ക് ഡോട്ട് ഇട്ട് വരച്ചു. നമുക്ക് വേറെ ട്രയാങ്കിൾ കിട്ടി, BDE. അതിന്റെ ഏരിയ ഏതിന് ഈക്വൽ ആണ്? BDCക്ക് ഈക്വൽ ആണ്. കാരണം ഇത് രണ്ടും പാരലൽ ലൈൻസ് ആണ്. ഓക്കെ, ഞാൻ DE വേറെ പോയിന്റ് ഇട്ടു F. വീണ്ടും ഞാൻ നെക്സ്റ്റ് ഒരു ട്രയാങ്കിൾ വരയ്ക്കാൻ പോവാണ്. നോക്കിക്കോളൂ, ഏതാണ്? BDF. ഈ 3 ട്രയാങ്കിൾസിന്റെ ഏരിയ ഈക്വൽ ആണ്. അങ്ങനെ ഞാൻ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ലാസ്റ്റ് പോയിന്റ് എടുക്കുന്നത് CEF. ഞാൻ ഇവിടെ G എന്ന് കൊടുത്തു. Gയിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യാൻ പോവാ? ഇതേപോലെ Dയിലേക്ക് ജോയിന്റ് പോവാം കേട്ടോ. അത് സ്ട്രൈറ്റ് വരച്ചു. ഓക്കെ, ഇനി ഈ Gന്ന് അടിയിലേക്ക് യോജിപ്പിക്കാൻ പോവാണ്. അപ്പോൾ ഒരു പ്രത്യേകത എനിക്ക് മനസ്സിലാവും. എന്താ പ്രത്യേകത മനസ്സിലായത്? ആ ലൈൻ നേരെ എവിടേക്കാണ് വരുന്നത്? ഈ AB എന്ന ഈ ലൈനിലേക്കാണ് കൂട്ടിമുട്ടുന്നത് അല്ലെ. അതായത് ബേസിന് കറക്റ്റ് ആയിട്ടാണ് ഈ ലെങ്ത് വരിക. ഇവിടെ കിട്ടിയ ട്രയാങ്കിൾസ് ഏതൊക്കെ അറിയോ? ട്രയാങ്കിൾ DCB, അല്ലെങ്കിൽ ഇങ്ങനെ പറയാം DBC, ട്രയാങ്കിൾ DBC, ട്രയാങ്കിൾ DBE. ഓക്കെ, അടുത്തേതാ? ട്രയാങ്കിൾ DBF. അടുത്തേതാ? ട്രയാങ്കിൾ DBG. ഈ എല്ലാ ട്രയാങ്കിൾസിന്റെയും ഏരിയ സെയിം ആണ്, പരപ്പളവ് തുല്യമാണ്. കാരണം ഈ രണ്ട് ലൈൻസും എന്താണ്? പാരലൽ ആണ്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ എന്താ ചെയ്ത് നോക്കൂ. അപ്പൊ ഞാനിത് ഇങ്ങനെ വരച്ച് ലാസ്റ്റ് വരച്ച ട്രയാങ്കിളില്ലേ, അത് ഇതുമായി കറക്റ്റ് നോക്കി നോക്കൂ. നിങ്ങൾക്ക് എന്താ മനസ്സിലാവാൻ പറ്റണേ? എന്തായാലും മനസ്സിലാവുണ്ടോ? നമുക്ക് കിട്ടിയ ട്രയാങ്കിൾ AGD. അതിനെന്താ പ്രത്യേകത? AGD എന്ന് പറയുന്നത് വലിയൊരു ട്രയാങ്കിൾ ആണ് അല്ലെ, ത്രികോണാണ്. ആ ത്രികോണം എങ്ങനെ കിട്ടിയത്? ഈ ABD എന്നുള്ള ട്രയാങ്കിൾ ഇവിടെ ഉണ്ട്. അതിന്റെ മുകളിലുണ്ടായിരുന്ന ട്രയാങ്കിൾസിനെ മാറ്റി വരച്ചിട്ട് അതിനോട് ഈക്വൽ ആക്കി കൊടുക്കുന്നതാണ് അല്ലെ. അതായത് ഈ കഷ്ണം ട്രയാങ്കിളും ഈ കഷ്ണം ട്രയാങ്കിളും കൂടി ചേരുമ്പോഴാണ് നമ്മുടെ സമചതുരമായിരുന്നത്, സ്ക്വയർ ആയിരുന്നത്.
ഓക്കെ, അപ്പൊ അതില് രണ്ടാമത്തെ ട്രയാങ്കിളിനെ മാറ്റി മാറ്റി വരച്ചു. ഞാൻ എന്താക്കി, ബി ഡി ജി എന്ന് പറഞ്ഞ ട്രയാങ്കിൾ ആക്കി മാറ്റി. ഓക്കെ, അപ്പൊ ഈ ബി ഡി ജി എന്ന് പറയുന്ന ട്രയാങ്കിളും ഏതൊക്കെയാണ്? ബി ഡി ജി, ട്രയാങ്കിൾ ബി ഡി ജിയും ട്രയാങ്കിൾ എ ബി ഡിയും ചേർന്നാൽ എന്താ കിട്ടുക? നമുക്ക് വലിയ ട്രയാങ്കിൾ ആണ് കിട്ടുക. അത് എന്തിന് ഈക്വൽ ആണ്? നമ്മുടെ എ ബി സി ഡി എന്ന് പറയുന്ന സ്ക്വയറിന്റെ ഏരിയക്ക് ഈക്വൽ ആണ്. ശരിയാണോ നോക്കൂ. എന്താ ഞാൻ പറഞ്ഞ ഒന്നുകൂടി ശ്രദ്ധിക്കൂ. എ ബി സി ഡി എന്ന് പറയുന്ന ഒരു സ്ക്വയർ അല്ലെ, സമചതുരം. അതിന് ആദ്യം എന്ത് ചെയ്തു? രണ്ട് ട്രയാങ്കിൾസ്, രണ്ട് ത്രികോണങ്ങളാക്കി മാറ്റി. ഏതൊക്കെയാ? എ ബി ഡി ആൻഡ് ബി ഡി സി. ഈ രണ്ട് ട്രയാങ്കിൾസില് ആദ്യത്തെ ട്രയാങ്കിൾ അവിടെ തന്നെ നിർത്തി. രണ്ടാമത്തെ ട്രയാങ്കിൾ എന്ത് ചെയ്തു? മാറ്റി മാറ്റി വരച്ചിട്ട് ഈ ബേസ് നേരെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന രീതിയിൽ മാറ്റിയപ്പോ നമുക്ക് ബി ഡി ജി എന്ന് പറഞ്ഞ ഒരു ട്രയാങ്കിൾ ആക്കി മാറ്റാൻ കഴിഞ്ഞു. ഈ രണ്ട് ട്രയാങ്കിൾസിന്റെ ഏരിയ എന്താണ്? സെയിം ആണ്. അതുകൊണ്ട് തന്നെ ഈ ട്രയാങ്കിളോട് കൂടുമ്പോഴാണ് സ്ക്വയറിന്റെ ഏരിയ ആയത് അല്ലെ. അങ്ങനെ ഈ ട്രയാങ്കിളുടെ ഏരിയക്ക് തുല്യമാണ് ഈ ട്രയാങ്കിളുടെ ഏരിയ എന്നതുകൊണ്ട് തന്നെ ഈ ട്രയാങ്കിളായ എ ബി ഡിയുടെ ഏരിയയും ബി ജി ഡിയുടെ ഏരിയയും കൂടി കൂട്ടിയാൽ, ഈ രണ്ട് ട്രയാങ്കിൾസിന്റെ ഏരിയയും കൂടി സമ്മ് കണ്ടാൽ എന്ത് കിട്ടും? ഏരിയ ഓഫ് ദി സ്ക്വയർ എ ബി സി ഡി കിട്ടും. അപ്പൊ സ്ക്വയറിന്റെ ഏരിയയെ എന്താക്കി മാറ്റി? നമ്മൾ എന്താക്കി മാറ്റി? ട്രയാങ്കിളിന്റെ ഏരിയ ആക്കി മാറ്റി. ഓക്കെ, അപ്പൊ സ്ക്വയറിന്റെ ഏരിയ ലെങ്ത് 5ഉം ഡെപ്ത് 5 രണ്ട് സെയിം ആണല്ലേ. അപ്പൊ 5 into 5 25 ആണെന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾ നോക്കി, ഇവിടെ തൊട്ട് ഇതുവരെയുള്ള 5 സെന്റിമീറ്റർ തന്നെയാണ് ഇവിടെ നമ്മൾ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്താൽ കിട്ടുക. കറക്റ്റ് നിങ്ങളാണെന്ന് നോക്കൂ. അപ്പൊ ഈ 5ഉം കൂടി ടോട്ടൽ എത്രയായി? 10 ആയി. ഇത് എത്രയാണ്? 5 ആണ് അല്ലെ. അപ്പൊ ഏരിയ എങ്ങനെ കാണാം? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ് ട്രയാങ്കിളിന്റെ. ഹാഫ് ഇൻറ്റു ബേസ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ദൂരം 5, ഇവിടുന്ന് ദൂരം 5, 5 എത്രയായി? 10. ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് എത്രയാണ്? 5 ആണ്. 10 × 5 50, 50/2 25 സെന്റിമീറ്റർ സ്ക്വയർ ആണ് എന്ത് കിട്ടുന്നത്? ഈ ട്രയാങ്കിളിന്റെ ഏരിയ. സ്ക്വയറിന്റെ ഏരിയ എന്തായിരുന്നു? സ്ക്വയറിന്റെ ഏരിയ 5 × 5, അത് 25 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പൊ സ്ക്വയറിന്റെ ഏരിയയെ എന്താക്കി മാറ്റി? ട്രയാങ്കിളിന്റെ ഏരിയ ആയിട്ട് കൺവേർട്ട് ചെയ്തു. ഇവിടെ നമ്മൾ ഉപയോഗിച്ച ആ ആശയം എന്താണ്? കൺസെപ്റ്റ് എന്താണ്? ഫസ്റ്റ് വീഡിയോയിൽ മാഷ് പറഞ്ഞതാണ്. എന്താണ്? ആ രണ്ട് പാരലൽ ലൈൻസിനിടയിൽ എത്ര ട്രയാങ്കിൾസ് വരച്ചാലും അതിന്റെ എല്ലാം ഏരിയ സെയിം ആയിരിക്കും. ആ കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇതേപോലെ ഇവിടെ സ്ക്വയറിന് പകരം ഞാൻ റെക്ടാങ്കിൾ വരച്ചിട്ടുണ്ട്. അതിനെ നമുക്ക് ട്രയാങ്കിൾ ആക്കിയിട്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം. അവിടെ നോക്കോളൂ. ജസ്റ്റ് ഇതിന്റെ സൈഡ് 6 സെന്റിമീറ്റർ എടുത്തു, ഇത് ഞാൻ 4 സെന്റിമീറ്റർ എടുത്തു. അത് നിങ്ങൾ കറക്റ്റ് മെഷർമെന്റ് നിങ്ങൾ വരയ്ക്കുക. മാഷ് വെറുതെ അളവ് എടുത്തുന്നുള്ളൂ. നിങ്ങൾ കൃത്യം അളവില് 6ഉം 4ഉം എടുത്തിട്ട് ഒരു റെക്ടാങ്കിൾ വരയ്ക്കുക. അതിനെ ട്രയാങ്കിൾ ആക്കി മാറ്റാൻ പോവാണ്. എങ്ങനെ ചെയ്യാം? ഫസ്റ്റ് എന്ത് ചെയ്യണം? ഒരു ഡയഗണലിൽ കണക്ട് ചെയ്യാം. ഓക്കെ, അതിന് PQRS എന്ന് പേര് കൊടുത്തു ഞാൻ. PQRS. അപ്പൊ ഒരു റെക്ടാങ്കിളിനെ എന്താക്കി മാറ്റി? രണ്ട് ട്രയാങ്കിൾസ് ആക്കി മാറ്റി. ഇനി ഈ ട്രയാങ്കിളിന് ഈക്വൽ ഏരിയ ഉള്ള വേറെ ട്രയാങ്കിൾ വരയ്ക്കാൻ പോവാം. അപ്പൊ അതിനെന്ത് വേണം? ഈ SQന് പാരലൽ ആയിട്ട് ലൈൻ R വരയ്ക്കണം. അപ്പൊ പാരലൽ ലൈൻസ് വരയ്ക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? പ്രൊട്രാക്ട് ഇവിടെ വയ്ക്കാം, ഇതിനോട് ചേർത്ത് വയ്ക്കാം, ഇത് മൂവ് ചെയ്യാം, കുറച്ചും കൂടി മൂവ് ചെയ്യാം. ഓക്കെ, വരച്ചു. ഈ വര എന്ത് ചെയ്യണം? കുറച്ച് നന്നായിട്ട് നീട്ടി വരയ്ക്കുക കേട്ടോ. ഓക്കെ, താഴോട്ട് പോട്ടെ. കാരണം ഈ ട്രയാങ്കിളിന് ഈക്വൽ ആയിട്ട് നമുക്ക് എത്ര വേണമെങ്കിലും വരയ്ക്കാം. പക്ഷെ ഞാൻ പറഞ്ഞു ഏതാണ് വരയ്ക്കേണ്ടത്? ഈ ബേസ് എന്ത് ചെയ്യുക? ഈ ബേസ് ലൈൻ അതങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇവിടേക്ക് മുട്ടും. ഈ മുട്ടിയ പോയിന്റിന്ന് ടച്ച് ചെയ്ത പോയിന്റിന്ന് എവിടേക്ക് യോജിപ്പിക്കുക? നമ്മുടെ എസിലേക്ക് കണക്ട് ചെയ്യുക. അപ്പൊ നമുക്ക് കിട്ടുന്നതാണ് വലിയ ട്രയാങ്കിൾ. ഓക്കെ, അപ്പൊ ഇവിടെ SRQ ട്രയാങ്കിൾ SRQന് ഈക്വൽ ആയ ട്രയാങ്കിൾ ആണ് SMQ. SRQ SMQ ഈ രണ്ട് പാരലൽ ലൈൻസിന്റെ ഇടയിലുള്ള ട്രയാങ്കിൾസ് ആയതുകൊണ്ട് അതിന്റെ രണ്ടിന്റെയും ഏരിയ സെയിം ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ റെക്ടാങ്കിളിനെ എന്താക്കി മാറ്റി? ഞാൻ ട്രയാങ്കിൾ ആക്കി മാറ്റി. ഇനി റെക്ടാങ്കിളിന്റെ ഏരിയ 6 × 4 24 ആണ്. ഈ ട്രയാങ്കിളിന്റെ ഏരിയ, അതേ ട്രയാങ്കിൾ ഏതാണ്? PMS. ട്രയാങ്കിൾ PMS റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. കാരണം ഇത് റെക്ടാങ്കിൾ ആയതുകൊണ്ട് തന്നെ ഇത് 90 ഡിഗ്രി ആയതുകൊണ്ട് ഇതാണ് ഹൈറ്റ് അല്ലെ. ബേസ് ഇൻറ്റു ഹൈറ്റ് ഹാഫ് ഇൻറ്റു ബേസ്. ഇവിടുന്ന് ഇതുവരെ 6ഉം ഇവിടുന്ന് ഇതുവരെയുള്ള എത്രയെന്ന് അറിയില്ല അല്ലെ. നിങ്ങൾ കറക്റ്റ് സ്കെയിൽ വെച്ച് അളന്ന് നോക്കൂ. ഇതും 6 തന്നെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ,
അപ്പൊ ടോട്ടൽ ലെങ്ത് എത്ര വരിക ഇവിടുന്ന് ഇതുവരെ 6 + 6 12 ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ് 4 ആണ് അല്ലെ 12 4 48/2 24 സെന്റിമീറ്റർ സ്ക്വയറിന് കിട്ടും. ഓക്കെ, നിങ്ങൾ ആദ്യത്തെ റെക്ടാങ്കിളിന്റെ ഏരിയ എങ്ങനെ കാണാം? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് 6 × 4 24 സെന്റിമീറ്റർ സ്ക്വയർ. മാഷ് ഇത് കറക്റ്റ് ആണെന്ന് കാണിക്കാത്ത എന്താ വെച്ചാൽ നിങ്ങൾ കറക്റ്റ് മെഷർമെന്റ് തന്നെ വരയ്ക്കുക. 6 4 അങ്ങനെ വരച്ചാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും. മാഷ് ജസ്റ്റ് റഫ് ഫിഗർ വരച്ചുകൊണ്ടാണ് ഞാനത് അളന്ന് കാണിക്കാത്തത്. നിങ്ങൾ വരച്ചു വായിക്കോളൂ. ഇത് 6 ആണെങ്കിൽ ഇത് 6 കിട്ടും. പക്ഷെ ഈ പാരലൽ ലൈൻ സമാന്തര രേഖ വരയ്ക്കുന്നത് തെറ്റരുത് കേട്ടോ. അപ്പൊ ഞാൻ സ്ക്വയറിന്റെ കാര്യം പറഞ്ഞു, റെക്ടാങ്കിളിന്റെ കാര്യം പറഞ്ഞു, അടുത്ത പാരലോഗ്രാം ആണ്. പാരലോഗ്രാമിന്റെ ഏരിയ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ബേസ് ഇൻറ്റു ഹൈറ്റ് അല്ലെ, ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. അപ്പൊ അതിനെ നമ്മൾ ട്രയാങ്കിൾ ആക്കി മാറ്റാൻ ചെയ്യുന്നത് എന്താ? വളരെ ഈസിയാണ്. എന്ത് ചെയ്താൽ മതി? ഫസ്റ്റ് ഒരു ഡയഗ്രാമിൽ വരയ്ക്കുക. ഇനി ഇതിന് പാരലൽ ആയിട്ട് ഇത് കൂടെ വരയ്ക്കാം. ഇതിന്റെ പേര് കൊടുക്കട്ടെ, എക്സ് വൈ സെഡ് എൻ, അങ്ങനെയാണ് പേര് നെയിമിൽ കൊടുക്കുന്നതെങ്കിൽ ഇതിന് പാരലൽ ആയിട്ട് എന്ത് ചെയ്യണം? അപ്പുറത്ത് കൂടെ ഒരു വര വരയ്ക്കുക. ഏതിലൂടെ? സെഡിലൂടെ വരച്ചു. അതെന്ത് ചെയ്യാം? ഇവരെ കുറച്ചും കൂടി നമ്മള് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം. കാരണം എന്തിനാ എക്സ്റ്റെൻഡ് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞ ബേസ് എന്ത് ചെയ്യണം? ഈ ബേസ് ലൈൻ ഇതിലേക്ക് മുട്ടണം. കണ്ടോ? എന്നിട്ട് ഈ കോർണറിന് ഈ കോർണറിലേക്ക് വരയ്ക്കണം. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? ട്രയാങ്കിൾ കിട്ടുക. ഇത് കെ എന്ന് പേര് കൊടുത്താൽ ട്രയാങ്കിൾ എൻ വൈ സെഡും ട്രയാങ്കിൾ എൻ വൈ കെയും ഒരേ ഏരിയ ആയിരിക്കും. കാരണം ഈ രണ്ട് ലൈൻസും പാരലൽ ആണ്. ഇനി ഇതിന്റെ ഏരിയ ഇങ്ങനെ കാണാം. പാരലോഗ്രാമിന്റെ ഏരിയ ബേസ് ഇൻറ്റു ഹൈറ്റ്. ഏതാണ് ഹൈറ്റ്? ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ചെരുവയിലാണ്. ഇവിടെ ഒന്നും ഹൈറ്റ് നമുക്ക് പ്രശ്നം ഉണ്ടായില്ല. കാരണം ഇതൊക്കെ 90 ആണ്. സ്ക്വയർ ആണെങ്കിൽ 90 ആണ്, റെക്ടാങ്കിൾ ആണെങ്കിൽ 90 ആണ്. പക്ഷെ പാരലോഗ്രാം വരുമ്പോ ചെരുവയിലാണ്, 90 അല്ല. അപ്പൊ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഹൈറ്റ് കണ്ടുപിടിക്കാൻ? എന്ത് ചെയ്താൽ മതി? ഈ മൂലന്ന് ഈ ബേസിലേക്ക് കറക്റ്റ് സെറ്റ് സ്ക്വയർ വെച്ചിട്ട് ഈ മൂലം എന്ത് ചെയ്യാം? ഹൈറ്റ് ഇങ്ങനെ മാർക്ക് ചെയ്യാം. ദാറ്റ് ഈസ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് ഹൈറ്റ് അല്ലെ. ഇവിടെ ബേസ് ഏതാണ്? ഈ നീളാണ് എക്സ് വൈ, ഇതാണ് ഹൈറ്റ്. ഓക്കെ, അത് എക്സ് വൈ ഇൻറ്റു എച്ച്, ഇതാണ് ഏരിയ ഓഫ് പാരലോഗ്രാം. നമ്മളിപ്പോ ഉണ്ടാക്കിയ ട്രയാങ്കിൾ ഏതാ? എക്സ് കെ എൻ. അതിന്റെ ഏരിയ ഇതന്നെ കിട്ടണം. കിട്ടോ? കിട്ടും. നിങ്ങൾ കറക്റ്റ് ആയിട്ട് അളന്ന് നോക്കൂ. എന്താണ് ട്രയാങ്കിളിന്റെ ഏരിയ? ഹാഫ് ഇൻറ്റു ബേസ്. ബേസ് എന്ന് പറഞ്ഞാൽ എക്സ് വൈ അല്ല, ഇവിടെ നോക്കി ഇത് വരെ എടുക്കണം, എക്സ് കെ വരെ എടുക്കണം അല്ലെ. എക്സ് വൈയുടെ കൂടെ വൈ കെയും കൂടി കൂട്ടിയ ടോട്ടൽ ലെങ്ത് ആണ് എക്സ് കെ. ഇൻറ്റു ഹൈറ്റ് എന്താണ്? എച്ച് തന്നെയാണ്. അപ്പൊ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, എക്സ് വൈ ഇത് രണ്ടും സെയിം ആയിട്ട് വരും. ഈ ലെങ്ത് എത്രയാണോ ആ ലെങ്ത് തന്നെയാണ് ഇവിടെ വരിക. അപ്പൊ ഇത് കട്ട് ചെയ്ത് പോകുമ്പോ ഇതന്നെ ഏരിയ കിട്ടും. അപ്പൊ മാഷ് ഇവിടെ ഒന്നും കറക്റ്റ് മെഷർമെന്റ് അല്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങൾ കറക്റ്റ് അളവിൽ വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ടെക്സ്റ്റ് ബുക്കിൽ മെഷേഴ്സ് കൃത്യമായുള്ള അളവുകളിൽ വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, നമുക്ക് ചെയ്യാം. ഇത് ഞാൻ ആദ്യം എങ്ങനെയാണ് പാരലൽ ലൈൻ വരച്ച് ഒരു ക്വാഡ്രിലാറ്ററിനെ ട്രയാങ്കിൾ ആക്കി മാറ്റുക എന്നത് പറയാൻ വേണ്ടി കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞതാണ്. ഏറ്റവും സിമ്പിളായ സ്ക്വയർ പറഞ്ഞു, റെക്ടാങ്കിൾ പറഞ്ഞു, പാരലോഗ്രാം പറഞ്ഞു. ഇങ്ങനെയൊന്നും അല്ലാതെ വരുന്ന 4 സൈഡഡ് ഫിഗറിനെ പറയുന്ന പേരാണ് ക്വാഡ്രിലാറ്ററൽ. ഒരു പ്രത്യേകതയില്ല, എങ്ങനെയെങ്കിലും 4 സൈഡ് വരും അല്ലെ. അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതുപോലെ ട്രയാങ്കിൾ ആയിട്ട് മാറ്റിയിട്ട് ഏരിയ കാണാൻ വേണ്ടി പറ്റും. അതെങ്ങനെയാന്ന് പറഞ്ഞുതരാം. അപ്പൊ നോക്കിക്കോളൂ, ഇവിടെ എ ബി സി ഡി ഒരു ക്വാഡ്രിലാറ്ററൽ, അതായത് ഒരു ചതുർഭുജമാണ് അല്ലെ. അതായത് എല്ലാ വശങ്ങളും തുല്യമാണോ? അല്ല, വ്യത്യസ്ത സൈഡ്സിന്റെ ലെങ്ത് ഒക്കെ ഡിഫറെന്റ് ആണ്. എന്തോ ആയിക്കോട്ടെ, ഇതിനെ ഞാൻ എന്താക്കി മാറ്റാൻ പോവാണ്? ട്രയാങ്കിൾ ആക്കി കൺവേർട്ട് ചെയ്യാൻ പോവാണ്. അതിനെന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു ഡയഗണൽ വരയ്ക്കുക. ഇവിടെ ഞാൻ ജോയിൻ ചെയ്യുന്നത് ബി ഡി എന്ന ഡയഗണലാണ്. അപ്പൊ നമുക്കിവിടെ 2 ട്രയാങ്കിൾസ് കിട്ടി അല്ലെ. ഈ ട്രയാങ്കിളിന്റെ ഏരിയ ഈക്വൽ ആയിട്ടുള്ള വേറൊരു ഏരിയയിലെ ട്രയാങ്കിൾ വരയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യണം? സിയിലൂടെ ഇതിന് പാരലൽ ആയിട്ട് ലൈൻ വരയ്ക്കണം. അതെങ്ങനെയാ? എങ്ങനെ വരയ്ക്കുക? ഇത് ബേസിൽ വയ്ക്കുക, ഇത് ഇങ്ങോട്ട് ചേർത്ത് വയ്ക്കുക, ഇത് മൂവ് ചെയ്യിക്കുക. പാരലൽ ലൈൻ വരയ്ക്കാൻ മറക്കരുത്. ഓക്കെ, ഈ വര ഇനി അപ്പൊ ഇവിടെ ട്രയാങ്കിള് ബി ഡി സി എന്നുള്ള കിട്ടി. അതിന് ഈക്വൽ ഏരിയ ഉള്ള ട്രയാങ്കിൾ ആക്കി മാറ്റാൻ വേണ്ടി എന്താ എളുപ്പ വഴി പറഞ്ഞത്? എ ബി എന്ന് പറയുന്ന ബേസിന് എന്ത് ചെയ്യുക? എ ബി എന്നുള്ള ബേസ് അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുക. ഏതുവരെ എക്സ്റ്റെൻഡ് ചെയ്യുക? നമ്മളിപ്പോ വരച്ച പാരലൽ ലൈൻ ടച്ച് ചെയ്യുന്നവരെ എക്സ്റ്റെൻഡ് ചെയ്യുക. ഇവിടെ നോക്കിക്കോളൂ, ഈ പോയിന്റിൽ നിന്ന് ഈ കോർണറിലേക്ക് കറക്റ്റ് ആയിട്ട് വരയ്ക്കുക.
അപ്പൊ ഈ ബി ഡി സി എന്ന് പറയുന്ന ട്രയാങ്കിളിന് ഈക്വൽ ഏരിയയിലെ ട്രയാങ്കിൾ ആണ് ഞാൻ ഇപ്പൊ വരച്ച ബി ഡി ഇ എന്ന് പേര് കൊടുക്കാം. അപ്പൊ നമുക്ക് കിട്ടിയ ഈ വലിയ ട്രയാങ്കിൾ അതിന്റെ പേര് ആദ്യം നോക്കൂ, എ ബി സി ഡി ആയിരുന്നു നമ്മുടെ കോർഡിനേറ്റർ. ഏതായിരുന്നു? എ ബി സി ഡി അല്ലെ. എ ബി സി ഡി എന്ന കോർഡിനേറ്ററിനെ രണ്ട് ട്രയാങ്കിൾ ആക്കി മാറ്റി. ഒന്ന് ഏതായിരുന്നു? ട്രയാങ്കിൾ എ ബി ഡി, ട്രയാങ്കിൾ എ ബി ഡി പ്ലസ് ട്രയാങ്കിൾ ബി ഡി സി, ബി ഡി സി. അത് രണ്ടെണ്ണാക്കി മാറ്റി. ഇനി ട്രയാങ്കിൾ എ ബി ഡി ഞാൻ അവിടെ തന്നെ നിർത്തി, ഒന്നും ചെയ്തില്ല. എ ബി ഡി ഒന്നും ചെയ്തില്ല. പക്ഷെ ബി ഡി സിയെ അതേ ഈക്വൽ ഏരിയയുള്ള വേറൊരു ട്രയാങ്കിൾ ആക്കി മാറ്റി. അതിന്റെ പേര് ഡി ബി ഇ അല്ലെങ്കിൽ ബി ഡി ഇ, ബി ഡി ഇ. അപ്പൊ ഈ ട്രയാങ്കിളും കൂടി ചേർന്നാൽ മൊത്തം വലിയ ട്രയാങ്കിൾ കിട്ടും. ഏതാ? ട്രയാങ്കിൾ എ ഇ ഡി. ഞാൻ ഷെയ്ഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, എ ഇ ഡി. അപ്പൊ എന്ത് കിട്ടും? കോർഡിനേറ്റർ എ ബി സി ഡിയുടെ ഏരിയ ഓഫ് കോർഡിനേറ്റർ എ ബി സി ഡി ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ എ ഇ ഡി. ക്ലിയർ ആയല്ലോ? ഇനി അതിന്റെ ഏരിയ കാണാൻ ഏറ്റവും എളുപ്പം എന്താണ്? ഏരിയ ഓഫ് ട്രയാങ്കിൾ കാണാൻ. കാരണം കോർഡിനേറ്ററിന്റെ ഏരിയ കാണാൻ നമുക്ക് എളുപ്പവഴിയൊന്നുമില്ല. ഹാഫ് ഡി ഇൻറ്റു h1 പ്ലസ് h2. നമ്മൾ 8ാം ക്ലാസ്സിൽ ഒരു ഇക്വേഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ. അതായത് ഒരു ഡയഗണൽ വേണം, ആ ഡയഗണലിലേക്കുള്ള രണ്ട് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കിട്ടിയാൽ കോർഡിനേറ്ററിന്റെ ഏരിയ കാണാം. പക്ഷേ ട്രയാങ്കിളിന്റെ ഏരിയ നമുക്ക് വളരെ ഈസി ആയിട്ട് കാണാം. എന്താണ് ഏരിയ ഓഫ് ട്രയാങ്കിള്? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. സോ ഹാഫ് ഇൻറ്റു ബേസ് എന്ന് പറഞ്ഞാൽ ഇവിടെ തൊട്ട് ഇത് വരുന്ന നീളം, അതായത് എ ഇ ഇൻറ്റു ഹൈറ്റ്. ശ്രദ്ധിക്കുക, ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അതെന്താ മാർഗം? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഈ പോയിന്റിന്ന് ബേസ് കറക്റ്റ് ആക്കി വെക്കുക. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ മാർക്ക് ചെയ്ത് വെക്കാം അല്ലെ? ദാറ്റ് ഈസ് ദി ഹൈറ്റ്. ഈ ഹൈറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സ്കെയിൽ ഉപയോഗിച്ച് മെഷർ ചെയ്യാം. ബേസിന്റെ നീളം സ്കെയിൽ ഉപയോഗിച്ച് മെഷർ ചെയ്യാം. എ ഇ കിട്ടും, ഈ ഹൈറ്റ് കിട്ടും. അപ്പൊ ഹാഫ് ഇൻറ്റു എ ഇ ഇൻറ്റു ദിസ് ഹൈറ്റ് h. ഇത് കണ്ടുപിടിച്ചാൽ ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ കിട്ടും. ആ ഏരിയ ഓഫ് ട്രയാങ്കിൾ തന്നെയാണ് എന്ത്? ഏരിയ ഓഫ് ദി ക്വാഡ്രിലാറ്ററൽ എ ബി സി. അപ്പൊ ചതുർഭുജത്തിന്റെ പരപ്പളവിന് തുല്യ പരപ്പളവുള്ള ത്രികോണം വരയ്ക്കാനാണ് ഇവിടെ പറയുന്നത്. അത് കൂടാതെ തന്നെ അതിന്റെ എന്തുകൂടി കണ്ടുപിടിക്കണം? പരപ്പളവ് കൂടി കാണണം. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിലെ രണ്ട് ക്വസ്റ്റ്യന്റെ കൺസ്ട്രക്ഷൻ. ഒന്നാമത്തത് 1 സൈഡ് 5 സെന്റിമീറ്റർ, ഒരു ആംഗിൾ 80 ഡിഗ്രി. ക്വസ്റ്റ്യൻ നിങ്ങൾ ടെക്സ്റ്റ് നോക്കുക, ഞാനത് വരയ്ക്കാൻ പോവാണ്. ഒരു കാര്യം ശ്രദ്ധിക്കുക, മാഷ് വരയ്ക്കുന്ന ലെങ്ത് ഒന്നും കറക്റ്റ് മെഷർമെന്റിലല്ല. കാരണം സ്കെയിൽ ഉപയോഗിച്ച് കറക്റ്റ് വരച്ചു കഴിഞ്ഞാൽ വളരെ ചെറിയ പിക്ചറാണ്, നിങ്ങൾക്ക് കാണില്ല. അതുകൊണ്ട് ഏകദേശം അളവെടുത്തിട്ടാണ് വരയ്ക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ കറക്റ്റ് സ്കെയിൽ ഉപയോഗിച്ചിട്ട് തന്നെ വരയ്ക്കണം കേട്ടോ. അപ്പൊ ഫസ്റ്റ് ഇവിടെ തന്നുള്ള 5 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഞാൻ 5 സെന്റിമീറ്റർ വരച്ചു. ഓക്കെ, 5 സെന്റിമീറ്റർ ആണ്. സപ്പോസ് ദിസ് ഇസ് 5 സെന്റിമീറ്റർ. പേരൊക്കെ വെറുതെ കൊടുക്കുകയാണ്, എ ബി. ഇനി ഒരു ആംഗിൾ 80 ഡിഗ്രി തന്നിട്ടുണ്ട്. ഡിഗ്രി മെഷർ ചെയ്യാൻ നമ്മൾ പ്രൊട്രാക്ടർ ഉപയോഗിക്കാം. അത് കറക്റ്റ് തന്നെ ഞാൻ എടുക്കുന്നത് 80 ഡിഗ്രി എടുത്തു, അത് കണക്ട് ചെയ്തു. ദിസ് ആംഗിൾ ഈസ് 80 ഡിഗ്രി തന്നിട്ടുണ്ട്. ആ സൈഡിന്റെ ലെങ്ത് തന്നിട്ടുണ്ട് 3 സെന്റിമീറ്റർ. അപ്പൊ നമുക്കൊരു 3 സെന്റിമീറ്റർ മാർക്ക് ചെയ്യാം. ദിസ് സൈഡ് ഈസ് 3 cm. That is given. Then next again this angle 120 degree. ഇവിടെ 120 ഡിഗ്രിയാണ് ആംഗിൾ തന്നിരിക്കുന്നത്. അപ്പൊ എന്താ ചെയ്യാ? ഈ പോയിന്റിൽ വെച്ചിട്ട് ഇവിടുന്ന് 120 ഡിഗ്രിയാണ്. 0, 10, 20, 30, 40, 60, 70 ഇങ്ങനെ പോയി 120 മാർക്ക് ചെയ്യുക. ഇതിങ്ങനെ കണക്ട് ചെയ്യുക. ദിസ് ഈസ് 120 ഡിഗ്രി. ഓക്കെ, ഇനി വീണ്ടും അതിന്റെ ലെങ്ത് തന്നിട്ടുണ്ട് 4 സെന്റിമീറ്റർ ആണ്. അതിന്റെ ലെങ്ത് 4 സെന്റിമീറ്റർ. അപ്പൊ ഇത് 3 ആണ്, കുറച്ച് കൂട്ടി മാഷ്. ദിസ് ഇസ് 4 cm. ദിസ് ഇസ് 4 cm. അപ്പൊ നോക്കൂ, ഒരു ക്വാഡ്രിലാറ്ററൽ വരയ്ക്കാൻ എത്ര മെഷറേഴ്സ് വേണം? 5 എണ്ണം. 1, 2, 3, 4, 5. 8ാം ക്ലാസ്സില് കൺസ്ട്രക്ഷൻസ് നമ്മൾ പഠിച്ചതാണ്. അതാണ് ഞാൻ പലപ്പോഴും പറയാറില്ല, 8ൽ പഠിച്ചതൊക്കെ 9ലേക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് വരച്ച് പഠിക്കുക, അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് നോക്കുക കേട്ടോ. ഇനി ഈ പോയിന്റ് ബി ആയിട്ട് യോജിപ്പിച്ചു. ഇത്രയായാൽ നമുക്ക് എന്ത് കിട്ടും? ടെക്സ്റ്റിൽ പറഞ്ഞില്ല ആ ക്വാഡ്രിലാറ്ററിന് കറക്റ്റ് മെഷർമെന്റ് നമുക്ക് വരയ്ക്കാൻ പറ്റും. ഇനി ഇതിനെ ട്രയാങ്കിൾ ആക്കി മാറ്റാൻ വളരെ ഈസി. എന്ത് ചെയ്താൽ മതി? ഫസ്റ്റ് ഒരു ഡയഗണല്, അപ്പൊ എ ബി സി ഡി എന്ന് പേര് കൊടുത്തു. ഈ ഡയഗണല് ജോയിൻ ചെയ്തു.
ഒരു വിതരണം വരച്ചു. ഇതിന് പാരലായിട്ട് ഇത് കൂടെ വരയ്ക്കണം. അതിന് ഇതിൽ വെച്ച് കറക്റ്റ് മൂവ് ചെയ്യാം. വരച്ചു. ഓക്കെ, അത് കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം അല്ലെ. എന്തിനാ എക്സ്റ്റെൻഡ് ചെയ്യണത്? ഈ ബേസ് എ ബി എന്ത് ചെയ്യണം? എ ബി എന്ന് പറയുന്ന ഈ ലൈൻ നമ്മൾ നീട്ടി വരയ്ക്കുമ്പോ ഇതിലേക്ക് ടച്ച് ചെയ്യണം. ദെൻ ഈ പോയിന്റിൽ നിന്ന് ഈ കോർണറിലേക്ക് നമ്മൾ കണക്ട് ചെയ്യാം. അപ്പൊ എ ബി സി ഇതിന് ഡി എന്ന് പേര് കൊടുത്തു. അപ്പൊ നോക്കൂ, ബി ഡി സി എന്ന് പറയുന്ന ഈ ട്രയാങ്കിളിന് ഈക്വൽ ഏരിയയുള്ള ട്രയാങ്കിൾ ആണ് ബി ഡി. വേറെ പേര് കൊടുക്കാം, ബി ഡി ഇ. അപ്പൊ രണ്ട് ഏരിയ സെയിം ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് കിട്ടി? വലിയൊരു ട്രയാങ്കിൾ കിട്ടി. അതായത് ക്വാഡ്രിലേറ്ററൽ എ ബി സി ഡിയുടെ അല്ലെ, എ ബി സി ഡിയുടെ ഏരിയക്ക് തുല്യമായ ഒരു ട്രയാങ്കിൾ കിട്ടി. ഏതാണ്? ട്രയാങ്കിൾ എ ഇ ഡി. ട്രയാങ്കിൾ എ ഇ ഡി. ഏരിയ ഓഫ് ക്വാഡ്രിലേറ്ററൽ എ ബി സി ഡി ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഇ ഡി. അതായത് ചതുർഭുജം എ ബി സി ഡിയുടെ പരപ്പളവ് ത്രികോണം എ ഇ ഡിയുടെ പരപ്പളവിന് തുല്യമായി. ഇതിന്റെ പരപ്പളവ് എങ്ങനെ കാണാം? ഹാഫ് ഇൻറ്റു ബേസ് എ ഇയുടെ ലെങ്ത് എടുക്കുക ഇൻറ്റു ഹൈറ്റ് കിട്ടണം. ഹൈറ്റ് എങ്ങനെ കിട്ടുക? ഹൈറ്റ് എച്ച് എങ്ങനെ കിട്ടും? എച്ച് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി എന്ന് പറഞ്ഞേ? യെസ്, പ്രൊട്രാക്ട് എടുക്കുക. സോറി, സെറ്റ് സ്ക്വയർ എടുത്തിട്ട് ഈ വെക്ടർസ് താഴോട്ട് ഇങ്ങനെ ഹൈറ്റ് വരയ്ക്കുക. ഇതാണ് ഇതിന്റെ ഹൈറ്റ് എച്ച്. നിങ്ങൾക്ക് ഈ ലെങ്ത് സ്കെയിൽ ഉപയോഗിച്ച് മെഷർ ചെയ്യാം. ഇവിടെ നിന്ന് വരണം നിങ്ങളുടെ സ്കെയിൽ ഉപയോഗിച്ച് മെഷർ ചെയ്യാം. എന്നിട്ട് രണ്ടിന്റെ ഏരിയ കാണാം. ഇനി അത് കറക്റ്റ് നോട്ട്ബുക്കിൽ വരച്ചപ്പോ ഇവിടെ നിന്നുള്ള ലെങ്ത് 5.6 വരും. ഈ ഹൈറ്റ് 2.9 കിട്ടും. നിങ്ങൾ കറക്റ്റ് ആയിട്ട് വരച്ച് അളന്ന് നോക്കുക. സോ വാട്ട് ഈസ് ദി ടോട്ടൽ ലെങ്ത് ഓഫ് എ ഇ? എ എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ 5 പ്ലസ് 5.6 രണ്ടും കൂടെ ആഡ് ചെയ്യുക. 10.6 ഇൻറ്റു ഹൈറ്റ് എത്രയാണ്? 2.9. ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ക്വാഡ്രിലേറ്ററൽ ട്രയാങ്കിൾ ആക്കി മാറ്റുമ്പോ എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടുന്ന ഇതൊന്നും കറക്റ്റ് വാല്യൂ ഇപ്പൊ 3 5 അങ്ങനെ വാല്യൂസ് അല്ല. ഡെസിമൽ ആയിട്ടാണ് വരിക. ഒരു പ്രശ്നമില്ല, കിട്ടിയ ഡെസിമൽ അതുപോലെ എഴുതിക്കോളൂ. കറക്റ്റ് കിട്ടണം എന്നില്ല കേട്ടോ. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് 2 ആയിട്ട് കട്ട് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഈ ട്രയാങ്കിളിന്റെ ഏരിയ കിട്ടും. ദാറ്റ് ഏരിയ ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ദി ക്വാഡ്രിലേറ്ററൽ എ ബി സി ഡി. ഇതേപോലത്തെ ഒരു പിക്ചർ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. രണ്ടാമതായിട്ട് നിങ്ങൾ ഇതേപോലെ കറക്റ്റ് മെഷർമെന്റ് വരച്ച് അതിന്റെ ഏരിയ കണ്ടുപിടിക്കുക കേട്ടോ. ട്രയാങ്കിൾ ആക്കി കൺവേർട്ട് ചെയ്തിട്ട് ഏരിയ ചെയ്ത് നോക്കാം കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റൻ എന്താ അറിയോ? ഡ്രോ എ റോംബസ് ഓഫ് സൈഡ് 6 സെന്റിമീറ്റർ ആൻഡ് 1 ആംഗിൾ 60 ഡിഗ്രി ആൻഡ് ഡ്രോ എ റൈറ്റ് ട്രയാങ്കിൾ ഓഫ് ദി സെയിം ഏരിയ. അതേ സെയിം ഏരിയയിലുള്ള റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കാനും പറഞ്ഞു. റോംബസ് എന്ന് പറഞ്ഞാൽ എന്താ? സമഭുജ സമാന്തരികം വരയ്ക്കണം. എല്ലാ സൈഡും ഈക്വൽ ആണ്. 6 സെന്റിമീറ്റർ ആണ്. ഒരു ആംഗിള് ഒരു കോർണർ 60 ഡിഗ്രി തന്നിട്ടുണ്ട്. ആദ്യം ചെയ്യാം, 1 സൈഡ് 6 സെന്റിമീറ്റർ വരയ്ക്കുക കേട്ടോ. 1 സൈഡ് 6 സെന്റിമീറ്റർ കറക്റ്റ് അളവിൽ വരയ്ക്കണേ. 6 സെന്റിമീറ്റർ വരയ്ക്കും. ഒരു ആംഗിൾ 60 ഡിഗ്രി തന്നിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യാം? ഒരു ആംഗിൾ നമ്മള് 60 ഡിഗ്രി എടുത്തു. 60 കറക്റ്റ് മെഷർമെന്റിൽ എടുക്കുക, എന്നാലേ പിക്ചർ കിട്ടുള്ളൂ. അപ്പൊ എക്സ് വൈ എന്ന് പേര് കൊടുക്കുക. ഇവിടെ 60 ഡിഗ്രി എടുത്തു. ഇനി റോംബസ് ആണ് വരയ്ക്കേണ്ടത്. എല്ലാ സൈഡും ഈക്വൽ ആയതുകൊണ്ട് തന്നെ ഇത് 6 ആണ്, ഇത് 6 കേട്ടോ. അപ്പൊ ഇവിടെ എത്രയാണ്? 6 ആയിരിക്കും. ഈ സൈഡ് 6 ആയിരിക്കും, ഈ സൈഡ് 6 ആയിരിക്കും. ഒന്നെങ്കിൽ ഇവിടെ 60 ആണ്, ഇവിടെ 120 എടുത്ത് മാർക്ക് ചെയ്യുക. കാരണം എന്താ? പാരലോഗ്രാമിന്റെ ബേസ് ആംഗിൾസിന്റെ സമ്മ 180 180 കിട്ടും. അല്ലെങ്കിൽ ഇത് 6 ആണ്, ഇത് 6 ആണ്. നിങ്ങൾ ഇവിടെ ഒരു 6 മാർക്ക് ചെയ്യുക, ഇവിടെ ഒരു 6 മാർക്ക് ചെയ്യുക. അങ്ങനെയും ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഇവിടെ 60 ആണ്, ഇവിടെ എത്ര വരും? 120 120 ഡിഗ്രി എടുത്ത് വരയ്ക്കുക. അപ്പോഴും നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഇതെല്ലാം എത്ര സെന്റിമീറ്റർ ആണ്? 6 സെന്റിമീറ്റർ 6 സെന്റിമീറ്റർ. ഓക്കെ, ഈ ആംഗിൾ എത്രയായിരിക്കും? 120 ഡിഗ്രി. 60 120 180. കാരണം ഇതെന്താണ്? ഈ രണ്ട് സൈഡ് പാരലാണ്. ബേസ് ആംഗിൾസിന്റെ സമം 180 ആണ്. ഓക്കെ, റോംബസ് കിട്ടി. ഇനി ഇതിലെന്താക്കണം? ഈക്വൽ ഏരിയ ഉള്ള റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആക്കണം. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? ഇതിന്റെ ബേസ് ഇങ്ങനെ ജോയിൻ ചെയ്യാം. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? ഒരു ഡയഗണൽ വരയ്ക്കുക. ഒരു ഡയഗണൽ നമ്മൾ വരയ്ക്കുക. ഓക്കെ, ഇതിന് പാരലൽ ആയിട്ട് ലൈൻ ഫീയിലൂടെ വരയ്ക്കുക. ഡയഗണലിന് പാരലൽ ആയിട്ട് ഫീയിലൂടെ നമ്മൾ ഒരു പാരലൽ ലൈൻ കറക്റ്റ് ആയിട്ട് വരയ്ക്കുക.
ഇതെന്ത് ചെയ്യാ, കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്യാം അല്ലെ, നീട്ടി വരയ്ക്കാം. ഓക്കെ, എത്ര നീട്ടണം? ഈ ബേസ് അതിലേക്ക് ടച്ച് ചെയ്യണം. ഈ ബേസ് ലൈൻ നമ്മൾ നീട്ടി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ബേസ് വന്നിട്ട് ഈ വരയിലേക്ക് മുട്ടണം. ഇവിടുന്ന് എന്ത് ചെയ്യണം, ഈ ട്രയാങ്കിളിന്റെ ഈക്വൽ ഏരിയ ഉള്ളത് ഇവിടുന്ന് ഇങ്ങനെ വരച്ച് ഇങ്ങോട്ട് കൊണ്ടുവരിക. ഇവിടുന്ന് ഈ കോർണറിലേക്ക് എടുക്കുക കേട്ടോ. അപ്പൊ നമുക്ക് വലിയൊരു ട്രയാങ്കിൾ കിട്ടി. ഇതാ, ഞാൻ വേറൊരു പേര് കൊടുത്തു, ക്യൂന്നോ, ക്യൂ ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലേ, അപ്പൊ എസ് പേര് കൊടുത്തു. നമുക്ക് കിട്ടിയ എക്സ് വൈ പി ക്യൂ എന്ന് പറയുന്ന റോംബസ് സമഭുജ സമാന്തരികത്തിന് ഈക്വൽ ഏരിയ ഉള്ള ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. ഏതാ ട്രയാങ്കിള്? എക്സ് എസ് ക്യൂ. നിങ്ങൾ ഈ ആംഗിൾ ഒന്ന് മെഷർ ചെയ്ത് നോക്കുക. കറക്റ്റ് എത്ര ഡിഗ്രി ഉണ്ടാവും അറിയോ? 90 ഡിഗ്രി ഉണ്ടാവും. കറക്റ്റ് അളവിൽ വരച്ചു കഴിഞ്ഞാൽ ഈ ആംഗിള് 90 ഡിഗ്രി ഉണ്ടാവും. നമ്മളോട് അതാണ് വരയ്ക്കാൻ പറഞ്ഞിട്ടുള്ളത്. 90 ഡിഗ്രി ഉള്ള ഒരു റൈറ്റ് ട്രയാങ്കിള് ആക്കി മാറ്റാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ വരച്ചതിന് ശേഷം ഈ ആംഗിൾ ഒന്ന് അളന്ന് നോക്കിയാൽ 90 ഡിഗ്രി ഉണ്ടാവും. സോ എക്സ് എക്സ് ക്യൂ ഈസ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. എന്തറിയോ, റെഗുലർ പെന്റഗൺ, ഒരു സമ പഞ്ചഭുജം വരയ്ക്കണം. എന്നിട്ട് അതിനെ എന്താക്കി മാറ്റണം? ട്രയാങ്കിൾ ആക്കി മാറ്റണം. ഇത് സെയിം ഏരിയ. എന്നിട്ട് അതിന്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യണം. നിങ്ങളിപ്പോ 4 സൈഡഡ് ഫിഗർ ആണ് വരച്ച് പഠിച്ചത് അല്ലെ. ഇനി നെക്സ്റ്റ് പറയുന്ന ക്വസ്റ്റ്യൻ 5 സൈഡഡ് ഫിഗർ ആണ്. അതായത് 5 വശങ്ങളുള്ള ഒരു സമ പഞ്ചഭുജം വരയ്ക്കാൻ. എങ്ങനെ വരയ്ക്കുക? അത് നമ്മൾ ഒരു 5 സെന്റിമീറ്റർ സൈഡ് എടുക്കുക. എല്ലാവരും വരച്ചോളൂ. ഒരു 5 സെന്റിമീറ്റർ എടുക്കുക. എത്രയാ? 5 cm. ഇനി പഞ്ചഭുജത്തിന്റെ കോണുകളുടെ തുക സം ഓഫ് ആംഗിൾസ് 540 ആണ്, 540 ആണ്. അപ്പൊ അതിനെ 5 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ എത്രയല്ലേ? 108 ഡിഗ്രി. ഓരോ ആംഗിളും 108 ഡിഗ്രി വീതം എടുക്കുക. അപ്പൊ നമ്മൾ പ്രൊട്രാക്ടർ എടുത്തിട്ട് ഇവിടെ വെച്ചു 108 ഡിഗ്രി അല്ലെ. 10 ആയിട്ട് 100, 108 കറക്റ്റ് എടുക്കുക കേട്ടോ. അതേപോലെ ഇപ്പുറത്തെ സൈഡിൽ വെച്ചിട്ട് 108 ഡിഗ്രി എടുക്കുക. അപ്പൊ ഇവിടുന്ന് മാർക്ക് ചെയ്യുക. 30, 40, 50, 100, 108. രണ്ട് ഭാഗത്തും 108 ഡിഗ്രി എടുക്കുക. ഇത് ചേർത്ത് വരയ്ക്കുക. ഇവിടെ വരച്ചു, ഇവിടെ വരച്ചു. എത്ര എടുത്തത്? 108. 108 നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇനി ഈ സൈഡ് 5 സെന്റിമീറ്റർ ആണെങ്കിൽ റെഗുലർ പെന്റഗൺ ആയതുകൊണ്ട് ഓൾ സൈഡ്സ് ആർ ഈക്വൽ. ഇപ്പൊ 5 ആണെങ്കിൽ ഇവിടെയും 5 എടുക്കാം, ഇവിടെയും 5 എടുക്കാം. മുകളിൽ ഒരു 5 മാർക്ക് ചെയ്യാം, ഇവിടെ ഒരു 5 മാർക്ക് ചെയ്യാം. ഓക്കെ, എന്ത് ചെയ്യാം? കറക്റ്റ് ജോയിൻ ചെയ്യാം അല്ലെ. അപ്പൊ നമുക്ക് ജോയിൻ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? റെഗുലർ പെന്റഗൺ. ഈ ആംഗിളൊക്കെ 108 ആയിരിക്കും. 108, 108, 108. ഇനി 1, 2, 3, 4, 5 സൈഡഡ് ആയതുകൊണ്ട് തന്നെ എ ബി സി ഡി ഇ 5 വശമുള്ളതിനെ എന്താക്കണം? 3 വശം ത്രികോണാക്കി മാറ്റണം. അപ്പൊ നമ്മൾ ചെയ്യുന്നത് കറക്റ്റ് ആയിട്ട് ശ്രദ്ധിച്ചോളൂ. ആദ്യം ഞാൻ ഈ വികരണം വരച്ചു. ഏത്? ഡിയും ബിയും യോജിപ്പിച്ചു. വികരണം ഡി ബി ആണ് യോജിപ്പിച്ചത്. ഇവിടെ ട്രയാങ്കിൾ ഉണ്ടല്ലോ, അതിനെന്താക്കി മാറ്റാം? അതിന് ഈക്വൽ ഏരിയ ഉള്ള വേറെ ട്രയാങ്കിൾ ആക്കി മാറ്റാം. എന്താ ചെയ്യേണ്ടത് ഈക്വൽ ഏരിയ ഉള്ള കിട്ടാൻ? പാരലൈൻ. ഇനി പാരലൈൻ വരയ്ക്കുക. ഇത് ബേസ് ആയിട്ട് എടുക്കുക. ഓക്കെ, ഇത് ഇവിടെ ചേർത്ത് വെച്ചു, എക്സ്റ്റെൻഡ് ചെയ്തു, സീലൂടെ വരച്ചു. ഈ വര കുറച്ച് നീട്ടിയിടുക കേട്ടോ. ഏത് വര നീട്ടണം? ഈ ബേസ് എ ബി എന്നുള്ള വര എന്ത് ചെയ്യണം? ഇതിലേക്ക് മുട്ടുന്നത് വരെ വരയ്ക്കുക. ഇനി ഇവിടുന്ന് ഇതുവരെ എന്ത് ചെയ്യാ? യോജിപ്പിക്കുക. ഏതാ? ഇവിടുന്ന് ഈ കോർണറിലേക്ക് യോജിപ്പിച്ചു. അപ്പൊ എന്താ കിട്ടി? ബി ഡി സി എന്ന് പറഞ്ഞ ട്രയാങ്കിളിന് ഈക്വൽ ഏരിയ ഉള്ള വേറെ ട്രയാങ്കിൾ കിട്ടി. ഏതാണ്? ബി ഡി എഫ്. അത് ഷെയ്ഡ് ചെയ്ത് കാണിക്കും. ഒരു സൈഡ് ഒരു മൂല നമ്മൾ എന്ത് ചെയ്തു? നിവർത്തി അല്ലെ. ഇതേപോലെ എന്ത് ചെയ്താൽ മതി? ഈ സൈഡിൽ ചെയ്യാം. എങ്ങനെ ചെയ്യാം? ഇവിടെ എ ഡി എന്നുള്ള ഡയഗണലാണ് വരയ്ക്കുന്നത്. ഏതാ വരയ്ക്കുന്നത്? എ ഡി എന്ന് പറയുന്ന വികരണം വരച്ചു. ഇനി എന്ത് ചെയ്യണം? എ ഡിക്ക് പാരലായിട്ട് ഈലൂടെ വരയ്ക്കണം. അങ്ങനെ എ ഡിക്ക് പാരലായിട്ട് ഏത് കൂടെ വരയ്ക്കുക? ഈലൂടെ വരയ്ക്കുക. ഇവരെന്ത് ചെയ്യാം? കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തു.
ഏതൊരു എക്സ്റ്റെൻഡ് ചെയ്യണം? ഈ ബേസ് എന്ത് ചെയ്യണം? ഇതിലേക്ക് മുട്ടുന്നത് വരെ എക്സ്റ്റെൻഡ് ചെയ്യാം. ഡി ഇ എ അല്ലെങ്കിൽ എ ഡി ഇ, ഈ ട്രയാങ്കിൾ ഈക്വൽ ഏരിയയുള്ള വരയ്ക്കാൻ പോവാണ്. എ ഡി ഈ മൂലയിലേക്ക് കൊണ്ടുവരിക, ഇവിടുന്ന് ഈ മൂലയിലേക്ക് വരയ്ക്കുക. ജി എന്ന് പേര് കൊടുത്തു. അപ്പോ എ ഡി ഇ എന്ന് പറയുന്ന ട്രയാങ്കിൾ ഈക്വൽ ഏരിയയുള്ള ഇതിന്റെ പരപ്പളവുള്ള ട്രയാങ്കിൾ ആണ് എ ഡി ജി. അതായത് ഞാൻ അതും ഷെയ്ഡ് ചെയ്ത് കാണിച്ചു. അപ്പൊ എന്താണ്ടായേ? രണ്ട് സൈഡിലുള്ള ആ ട്രയാങ്കിളിനെ നമ്മൾ സ്ട്രെയിറ്റ് ആക്കി മാറ്റി അല്ലെ. ഇനി നിങ്ങളിത് മൊത്തം ഒന്ന് നോക്കിയേ. ഇത് മൊത്തം എന്താണ് കാണുന്നത്? മൊത്തം സ്ട്രെയിറ്റ് നോക്കുമ്പോൾ എന്ത് കിട്ടി? ആദ്യം ഞാൻ വരച്ചത് എന്തായിരുന്നു? എ ബി സി ഡി ഇ. അതെന്തായിരുന്നു? ഒരു പഞ്ചഭുജം അല്ലെ. എ ബി സി ഡി ഇ, എ ബി സി ഡി ഇ ഒരു റെഗുലർ പെന്റഗൺ ആയിരുന്നു, ഒരു സമ പഞ്ചഭുജമായിരുന്നു. അതിനെന്താക്കി മാറ്റി? യെസ്, ഈക്വൽ ഏരിയയുള്ള ട്രയാങ്കിൾ ആക്കി മാറ്റി. ഏതാണ് ട്രയാങ്കിളിന്റെ പേര് പറയൂ? ജി ഏറ്റവും മുകളില് ഡി. ക്ലിയർ ആയോ? നോക്കൂ, പിക്ചർ നോക്കുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവണ്ട. നോക്കൂ, എ ബി സി ഡി ഇ ആയിരുന്നു നമ്മളെ റെഗുലർ പെന്റഗൺ. അതിനെന്താക്കി മാറ്റി? ട്രയാങ്കിൾ ആക്കി മാറ്റി. എന്താ പേര്? ജി എഫ് ഡി. വലിയ ട്രയാങ്കിൾ ആക്കി മാറ്റി അല്ലെ. അപ്പൊ പെന്റഗണ് നമ്മൾ എന്താക്കി? ട്രയാങ്കിൾ ആക്കി. ഇനി ട്രയാങ്കിൾ ഏരിയ കാണാൻ എന്താണ്? ഹാഫ് ഇൻറ്റു ബേസ്. ഏതാണ് ബേസ്? ഇവിടെ തൊട്ട് ഇതുവരെയുള്ള നീളം, അതായത് ജി എഫ്. ആ നീളം നമുക്ക് എന്ത് ചെയ്യാം? സ്കെയിൽ ഉപയോഗിച്ച് കറക്റ്റ് ആണെന്ന് നോക്കാം അല്ലെ. ഈ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഈ വെർട്ടെക്സിന് താഴോട്ട് പെർപെൻഡിക്കുലർ എടുക്കണം. പെർപെൻഡിക്കുലർ എടുക്കുക. ഇതാണ് ബേസ്. ഈ ബേസിൽ കറക്റ്റ് വെച്ച് നമ്മൾ എന്ത് ചെയ്യണം? ഈ മൂലയിലേക്ക് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യുക അല്ലെ. ഓക്കെ. അപ്പൊ മാഷ് സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് ഹൈറ്റ് കാണിക്കുന്നുണ്ട്. നിങ്ങൾ അതേപോലെ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് ഹൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇതാണ് ഹൈറ്റ്. ഇവിടെ നിന്നിട്ട് വരുന്നതാണ് ഹൈറ്റ്. അപ്പൊ ഏരിയ കാണാൻ, ട്രയാങ്കിൾ ഏരിയ കാണാൻ ഇവിടെ നിന്നിട്ട് ഇതുവരെ ബേസിന്റെ നീളം അളന്ന് എഴുതുക, ഇവിടെ നിന്ന് വരെയുള്ള ഹൈറ്റ് അളന്ന് എഴുതുക. ഓക്കെ, മൾട്ടിപ്ലൈ 2 ആയിട്ട് ഡിവൈഡ് ചെയ്താൽ ഈ പെന്റഗൺ, റെഗുലർ പെന്റഗണിന്റെ ഏരിയ കിട്ടും. ഓക്കെ. അപ്പൊ നമ്മുടെ 4 സൈഡഡിനെ ട്രയാങ്കിൾ ആക്കി മാറ്റി, 5 സൈഡഡിനെ ട്രയാങ്കിൾ ആക്കി മാറ്റി. കൺസ്ട്രക്ഷൻ എക്സാമിന് ചോദിക്കാറുണ്ട് ചിത്രം വരയ്ക്കാൻ. അപ്പൊ ഇതേപോലെ നിങ്ങൾ വേറെ ചിത്രങ്ങൾ 5 സെന്റിമീറ്റർ ആണ് മാഷ് വരച്ചതിന് പകരം 4 സെന്റിമീറ്ററോ 6 സെന്റിമീറ്ററോ ഇട്ട് റെഗുലർ പെന്റഗൺ വരച്ച് ആംഗിൾസ് ശ്രദ്ധിക്കുക. എത്ര വരിക? ഒരു ആംഗിൾ 108 കേട്ടോ. 108 ഡിഗ്രി വരച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? ഇതേപോലെ ട്രയാങ്കിൾ ആക്കി മാറ്റി വരയ്ക്കുക. ഒരൊറ്റ ക്വസ്റ്റ്യൻ ടെക്സ്റ്റിൽ. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്വയം നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെഷേഴ്സ് ഉപയോഗിച്ച് മാറ്റി മാറ്റി വരച്ച് പഠിക്കുക. ഓക്കെ. ഈ ഭാഗത്ത് വരുന്ന ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ നമ്പർ 4. The picture shows a rectangle divided into 2 parts. ഒരു റെക്ടാങ്കിളിനെ 2 ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. Instead of broken lines separating these parts, draw a straight line to divide the rectangle into 2 other parts. അതായത് ഇങ്ങനെ പൊട്ടിയപ്പോ, ബ്രോക്കൺ ആയപ്പോ 2 കഷ്ണങ്ങളിലെ ഒന്ന് എങ്ങനെയാണ് കട്ടായി വന്നിരിക്കുന്നത്? ഇങ്ങനെ ചെരിഞ്ഞിട്ട് അല്ലെ. അതിനെന്ത് ചെയ്യണം? separating these parts, instead of the broken line separating these parts, draw a straight line. അപ്പൊ ഈ ബ്രോക്കൺ ലൈൻ ഇങ്ങനെയുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് മാറ്റിയിട്ട് അതിനെന്ത് ചെയ്യണം? ഡിവൈഡ് ദി റെക്ടാങ്കിൾ ഇൻടു 2 അതർ പാർട്സ് ഓഫ് ദി സെയിം ഏരിയ. ഒരേ ഏരിയ ഉള്ള രണ്ട് പീസുകളാക്കി മാറ്റാൻ പറഞ്ഞിട്ടുണ്ട്. അതാണ് ആദ്യത്തത്. രണ്ടാമത്തെ പറഞ്ഞിട്ട് എന്താ? കാൽക്കുലേറ്റ് ദി ഏരിയ ഓഫ് ദീസ് പാർട്സ്. ഈ 2 ഭാഗങ്ങളുടെയും ഏരിയ കാണാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ആദ്യം ഏരിയ കാണുക ചെയ്യാം, അതിനുശേഷം നമുക്ക് എങ്ങനെയാണ് മാറ്റാം. ഓക്കെ. ഏരിയ കാണുന്നത് എങ്ങനെയാ നോക്കൂ. ആദ്യം ഏരിയ ഓഫ് റെക്ടാങ്കിൾ. ഈ വലിയ ചതുരത്തിന്റെ ഏരിയ എന്താ വരിക? ഏരിയ ഓഫ് റെക്ടാങ്കിൾ. ചതുരത്തിന്റെ പരപ്പളവ് എന്താ വരിക? നീളം ഇൻറ്റു വീതി അല്ലെ. നീളം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇതുവരെ 2ഉം ഇതുവരെ 3ഉം. അപ്പൊ ടോട്ടൽ എത്രയാ? 5 ഇൻറ്റു നീളം ഇൻറ്റു വീതി എത്രയാണ്? 3. 5 ഇൻറ്റു 3 15 സെന്റിമീറ്റർ സ്ക്വയർ. അതാണ് നമ്മുടെ ഈ വലിയ ചതുരത്തിന്റെ പരപ്പളവ്. ഇനി നമുക്ക് ഈ കഷ്ണത്തിന്റെയും ഈ 2 ഷെയ്ഡിന്റെയും ഏരിയകൾ സെപ്പറേറ്റ് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി ഇവിടെ നോക്കൂ. ഈ ആദ്യത്തെ ഈ ചിത്രം നോക്കി, ഷെയ്ഡ് ചെയ്തുള്ള ചിത്രം. ഇതിന്റെ പേര്, ഒരു ഷേപ്പ് കണ്ടിട്ട് എന്താ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവില്ലേ? ലംബകം, ട്രപ്പീസിയം പഠിച്ചിട്ടുണ്ടാവും അല്ലെ. എങ്ങനെയാ ട്രപ്പീസിയത്തിന്റെ ഏരിയ കാണാം? ഈ ചെറുതൊരു ട്രപ്പീസിയം, അതിന്റെ ഏരിയ എങ്ങനെ കാണാം?
ഹാഫ് ഇൻറ്റു എച്ച് ഇൻറ്റു എ പ്ലസ് ബി. എന്താ ഞാൻ പറഞ്ഞുതരാം. ഈ എച്ച് എന്ന് പറഞ്ഞാൽ ഈ ഹൈറ്റ് ആണ്, ഇതാണ് എച്ച്. എ എന്ന് പറഞ്ഞാൽ എന്താ, ലെങ്ത് ഓഫ് ടു പാരലൽ ലൈൻസ് അല്ലെ. ആ പാരലൽ ലൈൻസ് സമാന്തര വരകളുടെ നീളമാണ് എയും ബിയും, അവ തമ്മിൽ അകലാണ് എച്ച്. ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പൊ എന്താ വരും ഇവിടെ, ഹാഫ് ഇൻറ്റു എച്ച് എന്ന് പറഞ്ഞാൽ ഈ ഹൈറ്റ് ആണ് വേണ്ടത്. ആ ഹൈറ്റ് എങ്ങനെ കാണാം, ഇത് മൊത്തം 3 ആണ്. ഇതിന്റെ മാത്രം ഹൈറ്റ് എത്ര, ഇവിടെ 2 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. അപ്പൊ ഇത് 2 ആണെങ്കിൽ ഈ ബാക്കിയുള്ളത് എത്രയാവും, ഇത് എത്രയായിരിക്കും, 1 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പൊ ഹാഫ് ഇൻറ്റു 1 ഇൻറ്റു എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇതുവരെ നീളം തന്നിട്ടുണ്ട് 3, ഇവിടുന്ന് ഇതുവരെ നീളം തന്നിട്ടുണ്ട് 1. വളരെ ഈസിയായി 3 + 1 എഴുതാം. ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു 1 ഇൻറ്റു 1 തന്നെ 3 ഒന്നും കൂട്ടിയാൽ 4. 1/2 × 4, 4 2 2 തവണ. അപ്പൊ എന്ത് കിട്ടും, 2 സെന്റിമീറ്റർ സ്ക്വയർ. ഇതാണ് ഈ ആദ്യത്തെ ഷെയ്ഡ് ചെയ്ത ട്രപ്പീസിയത്തിന്റെ പരപ്പളവ്. ഓക്കെ, ഇതന്നെ ഇവിടെ വേറെ ട്രപ്പീസിയാണ്. നോക്കൂ, ഇവിടെ തൊട്ട് ഇതെങ്ങനെ വന്നു, ഇങ്ങനെ വന്നു, ഇങ്ങനെ വന്നു. അതിന്റെ ഏരിയ കാണണമെങ്കിൽ ഇതേ ഇക്വേഷൻ തന്നെ വരിക. ഹാഫ് ഇൻറ്റു ഇവിടെ എച്ച് എത്ര വരിക, ഇത് ടോട്ടൽ 3 ആണ്, ഇത് 1 ആയി. ഈ ബാക്കിയുള്ള എത്രയായിരിക്കും, 2 അല്ലെ. ഹാഫ് ഇൻറ്റു 2 ഇൻറ്റു എ പ്ലസ് ബി എന്ന് പറയുമ്പോ ഈ ലെങ്ത് 2 സെന്റിമീറ്റർ ആണ്, ഈ ലെങ്ത് 3 സെന്റിമീറ്റർ ആണ്. ഹാഫ് ഇൻറ്റു 2 ഇൻറ്റു 2 + 3 എത്തിയാ 5 ആയി. 5 2 10നെ 2 കൊണ്ട് ഹരിച്ചാൽ 5 സെന്റിമീറ്റർ സ്ക്വയറിന് ഏരിയ കിട്ടും. അപ്പൊ ഈ മുകളിലത്തെ കഷ്ണത്തിന്റെ ഏരിയ 2 സെന്റിമീറ്റർ സ്ക്വയർ. ഇത് 2 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഏരിയ. ഇത് എത്ര കിട്ടി, 5 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടി. അപ്പൊ ഈ രണ്ടും കൂടി ആഡ് ചെയ്താൽ ഈ കഷ്ണത്തിന്റെ ഏരിയ ആയല്ലോ. വാട്ട് ഈസ് ദി ടോട്ടൽ ഏരിയ ഓഫ് ദീസ് 2 ഫിഗേഴ്സ്, 2 + 5 7 സെന്റിമീറ്റർ സ്ക്വയർ അല്ലെ. ഈ റെക്ടാങ്കിളിന്റെ മൊത്തം ഏരിയ എത്രയാ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ, 15 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പൊ എന്ത് ചെയ്താൽ മതി, 15ന്ന് ഇത് രണ്ടും കൂടി പ്ലസ് ചെയ്യാം. 5 2 7 മൈനസ് ചെയ്യുക, പ്ലസ് ചെയ്തിട്ട് മൈനസ് ചെയ്യുക. 15ന്ന് 7 പോയി എത്ര കിട്ടാം, 8 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പൊ ഇതിന്റെ 2 സെന്റിമീറ്റർ സ്ക്വയർ, ഇതിന്റെ 5 സെന്റിമീറ്റർ സ്ക്വയർ, ടോട്ടൽ 7 സെന്റിമീറ്റർ സ്ക്വയർ. ഈ റെക്ടാങ്കിളിന്റെ ഏരിയ 15 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. 15ന്ന് 7 മൈനസ് ചെയ്താൽ ഈ ബാക്കിയുള്ളതിന് എത്ര കിട്ടും, 8 സെന്റിമീറ്റർ സ്ക്വയർ. ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഈ സെപ്പറേറ്റ് ചെയ്ത രണ്ടിന്റെയും ഏരിയ കണ്ടുപിടിക്കാൻ. അപ്പൊ ആദ്യത്തെ ഏരിയ 7 സെന്റിമീറ്റർ സ്ക്വയർ, രണ്ടാമത്തെ ഏരിയ 8 സെന്റിമീറ്റർ സ്ക്വയർ. ഇനി ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ അറിയോ, ഈ ബ്രോക്കൺ ലൈനിനെ സ്ട്രെയിറ്റ് ആക്കി മാറ്റും. എങ്ങനെ നോക്കാം. അപ്പൊ നമ്മൾ ആ പിക്ചറിന്റെ ഉള്ളിലത്തെ ഭാഗങ്ങളൊക്കെ ഞാൻ മാറ്റി വരയ്ക്കുകയാണ്, മായ്ച്ചു കളഞ്ഞു. അപ്പൊ ഇതാണ് നമ്മൾ ഇങ്ങനെയാണ് പൊട്ടിയിട്ടുള്ളത്, എല്ലാം ബ്രോക്കൺ ചെയ്ത്. അത് സ്ട്രെയിറ്റ് ആക്കാണ് പറഞ്ഞത്. അതിന് എന്ത് ചെയ്താൽ മതി, പക്ഷെ ഏരിയ മാറാനും പാടില്ല. അപ്പൊ ഞാൻ ഇതിനൊരു ട്രയാങ്കിൾ ആക്കി മാറ്റി. നോക്കൂ, ഇതൊരു ട്രയാങ്കിൾ ആണല്ലോ. ആ ട്രയാങ്കിളിന്റെ ഈക്വൽ ഏരിയയുള്ള വേറെ ട്രയാങ്കിൾ വരയ്ക്കണമെങ്കിൽ നമ്മൾ എന്താ പഠിച്ചത്, ഇത് ബേസ് ആയിട്ട് എടുത്തിട്ട് ഇതിന് പാരലൽ ആയിട്ടുള്ള ലൈൻ തേർഡ് വെർട്ടെക്സിലൂടെ വരയ്ക്കാം. എങ്ങനെ വരയ്ക്കുക പാരലൽ ലൈൻ, ജസ്റ്റ് ഇതിന് ഇവിടെ വെച്ച് സ്കെയിൽ ഇവിടെ ചേർത്ത് വെച്ച് മൂവ് ചെയ്യുക. ഏതുവരെ, ഇവിടെ ഇത് എത്തുന്ന വരെ മൂവ് ചെയ്യുക കേട്ടോ. ഓക്കെ, വരച്ചല്ലോ. അപ്പൊ നോക്കൂ, ഇവിടെ ഇങ്ങനെ ട്രയാങ്കിൾ കിട്ടിയിട്ടുണ്ട് അല്ലെ. ആ ട്രയാങ്കിൾ ഈക്വൽ, ഈ ട്രയാങ്കിളിന് ഈക്വൽ ഏരിയ ഉള്ള ട്രയാങ്കിൾ വരയ്ക്കാൻ എന്താ മാർഗം, ഇത് രണ്ട് പാരലൽ ലൈനാണ്. ഈ കട്ട് ചെയ്ത് ഇങ്ങനെ ഒടിഞ്ഞു കിടക്കുന്നതിന് സ്ട്രെയിറ്റ് ആക്കിയാൽ മതി. എന്താ സ്ട്രെയിറ്റ് ആക്കാൻ ചെയ്യാം, ഇവിടുന്ന് ഈ മൂലയിലേക്ക് വരയ്ക്കുക. അപ്പൊ നോക്കൂ, അപ്പൊ ഞാൻ അതിന് ABCD എന്ന് പേര് കൊടുക്കാം. ABC എന്ന് പേര് കൊടുത്തു. അപ്പൊ ABC എന്ന് പറഞ്ഞ ട്രയാങ്കിൾ ആണ് ഒടിഞ്ഞു കിടന്നിരുന്നത്. അതിനെ സ്ട്രെയിറ്റ് ആക്കിയിട്ട് ഞാൻ ഇവിടേക്ക് കണക്ട് ചെയ്തു. അപ്പൊ എന്ത് കിട്ടി, ABCക്ക് ഈക്വൽ ഏരിയയിലുള്ള ട്രയാങ്കിൾ ആണ് ADC. അതുകൊണ്ട് തന്നെ ഈ ട്രയാങ്കിളിന്റെ ഏരിയയും ഈ ട്രയാങ്കിളിന്റെ ഏരിയയും സെയിം ആയിരിക്കും. ദീസ് ടു ലൈൻസ് ആർ പാരലൽ. അപ്പൊ നമ്മളുടെ ചെരിഞ്ഞിട്ട് ബ്രോക്കൺ ആയ അതല്ലേ, ഇങ്ങനെ ചെരിഞ്ഞ് പൊട്ടിയതിനെ എന്താക്കി, ഞാൻ സ്ട്രെയിറ്റ് ആക്കി മാറ്റി. സ്ട്രെയിറ്റ് ആക്കി മാറ്റി എന്താ ചെയ്തത്, ബേസിന്റെ പാരലൽ ആയിട്ട് ലൈൻ വരച്ചു, ആ ട്രയാങ്കിളിനെ മാറ്റി വരച്ചു. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇത്രയേ ഉള്ളൂ ആദ്യത്തെ ഭാഗം. നമ്മളുടെ ഫസ്റ്റ് 2 വീഡിയോയോട് കൂടി നമ്മളുടെ ആദ്യത്തെ 2 മെയിൻ ടോപ്പിക്കുകൾ അവസാനിച്ചിരിക്കുകയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയ കൺസെപ്റ്റ് ആണ്. കാരണം ട്രയാങ്കിളിന് ഈക്വൽ ഏരിയയില വേറെ ട്രയാങ്കിൾസ് വരയ്ക്കാനുള്ള കൺസെപ്റ്റും ക്വാഡ്രിലേറ്ററിനെയും പെന്റഗണെയും അല്ലെ, ചതുർഭുജത്തിനെയും പഞ്ചഭുജത്തിനെയും ട്രയാങ്കിൾ ആക്കി കൺവേർട്ട് ചെയ്ത് അതിന്റെ ഏരിയ കാണുക. അത്തരം കൺസെപ്റ്റുകളൊക്കെ നമ്മൾ ആദ്യമായിട്ട് പഠിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത് വരച്ച് നന്നായിട്ട് പഠിക്കുക. ഇനി ട്രയാങ്കിൾ ഡിവിഷൻ ആണ് നെക്സ്റ്റ് ടോപ്പിക് വരുന്നത്. അത് വ്യത്യസ്തമായ ഒരു ഭാഗമാണ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഞാൻ അത് പറഞ്ഞു തരാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.